പാലക്കാട് പുതുശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കാരൽ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം. അതിനുശേഷം ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. BJP നേതാക്കളുടെ പ്രതികരണത്തിനെതിരെ മാതാപിതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. ആക്രമണങ്ങളെക്കാൾ വേദനിപ്പിച്ചത് BJP നേതാക്കളുടെ അധിക്ഷേപം എന്നാണ് മാതാപിതാക്കൾ പ്രതികരിച്ചത്. 11, 12, 13 ഈ വയസ്സുള്ള കുട്ടികൾ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു ഈ കരോൾ സംഘത്തിലുണ്ടായിരുന്നത്. മുതിർന്നവരാരുമില്ല. ഈ പറഞ്ഞ ആൾക്കാർ ആരായാലും ഈ 12 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അല്ലെങ്കിൽ മുതിർന്നിട്ടുണ്ടാവും. ഇവർക്കൊക്കെ ആ സമയത്ത് ഈ മദ്യം കൊടുത്തിട്ടാണ് അവർ വളർത്തിയത്. ഞങ്ങൾ ഒരു മക്കളെ വളർത്തുന്നത് ഒരു ക്രിമിനൽ സംഘമാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. കാരണം ഇവരൊക്കെ അങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ പറയുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടല്ലേ. അവർ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളല്ലേ. ആക്രമണത്തിൽ RSSനും BJPക്കുമെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് കോൺഗ്രസും CPIM-ഉം. BJP തുടർച്ചയായി ക്രൈസ്തവരെ ആക്രമിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ആരോപിച്ചു. കേരളത്തിലെ തൊഗാഡിയെയാണ് BJP നേതാവ് C കൃഷ്ണകുമാർ എന്ന് DYFIയും വിമർശിച്ചു. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അരങ്ങേറുന്ന ഈ ക്രൈസ്തവ വിരുദ്ധ വേട്ടയ്ക്ക് സമാനമായ രീതിയിലാണ് പാലക്കാടും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറകിലും BJPയുടെ പ്രവർത്തകരാണ്. ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും BJPയുടെ സജീവ പ്രവർത്തകനാണ്. ആ കരോൾ സംഘത്തിൽപ്പെട്ട കുട്ടികളെപ്പോലും ആക്ഷേപിക്കുകയും അവരെ മദ്യപാനികളെന്ന് വിളിക്കുകയും ചെയ്തിട്ടുള്ള BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ തയ്യാറാകേണ്ടതാണ്. കുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചതുകൊണ്ട് ആ തരത്തിലുള്ള ക്രിമിനൽ വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ടായിരിക്കണം കേസെടുക്കേണ്ടതെന്നാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ആക്രമണം നടന്ന പുതുശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് സ്നേഹ കാരൽ നടത്തും. DYFIയും വിവിധയിടങ്ങളിൽ കാരൽ സംഘടിപ്പിക്കും. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. സമീർ, സാധാരണഗതിയിൽ കേൾക്കാത്ത, അതായത് ഈ ക്രിസ്മസ് കാരൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നാട്ടിൻപുറത്തെ കുട്ടികൾ അവരെല്ലാവരും ചേർന്ന്, കൊച്ചുകുട്ടികൾ അവരിങ്ങനെ, അത് ചിലപ്പോൾ അത് പള്ളിയിൽ നിന്നൊന്നും വരുന്നതും ആകണമെന്നില്ല, കുറച്ചു കുട്ടികൾ ചേർന്ന് 2-3 ദിവസം മുൻപേ തന്നെ ക്രിസ്മസിന് ആ വെക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ വരാറുണ്ട്. ഇതിപ്പോൾ ആദ്യമായാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു കാര്യം കേൾക്കുന്നത് തന്നെ. അതും കൊച്ചുകുട്ടികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ തന്നെ പിന്നീട് നേതാക്കൾ കടക്കുന്നു. അതുതന്നെയാണ് ഈ രക്ഷകർത്താക്കളെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ അതിനെതിരായി സ്നേഹ കാരൽ അത് സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം, അത് നല്ലൊരു തീരുമാനം തന്നെയാണ്. വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാതെ ഈ രീതിയിൽ സ്നേഹത്തോടെ തന്നെയുള്ള പ്രതിഷേധം അറിയിക്കൽ എന്നുള്ള രീതിയിലാണോ ഇങ്ങനെ? സ്മിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. BJP നേതാവ് നടത്തിയിരിക്കുന്ന വളരെ മോശം പരാമർശത്തിനെതിരെ വളരെ സ്നേഹത്തോടു കൂടിയുള്ള പ്രതിഷേധം എന്നുള്ളതാണ് കോൺഗ്രസും CPM-ഉം ഒക്കെ തന്നെ അതിനെ കാണുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്നേഹ കേരള നടത്തിയാണ് അവർ പ്രതിഷേധിക്കുന്നത്. ഇന്ന് ഈ ആക്രമണം നടന്നിരിക്കുന്ന പുതുശ്ശേരിയിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം നടക്കാൻ പോകുന്നത്. മാത്രമല്ല DYFI ആണെങ്കിൽ 2500ഓളം യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും സമാനമായ രീതിയിൽ ഒരു കേരള നടത്തിക്കൊണ്ട് അവരും പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് പുതുശ്ശേരിയിൽ കുട്ടികൾ മാത്രം സംഘത്തിലുണ്ടായിരുന്ന ഒരു കേരളയുടെ നേരെ ആക്രമണം നടക്കുകയും അതിന് പിന്നാലെ C കൃഷ്ണകുമാർ ഒരു വിവാദ പരാമർശം നടത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സംഘം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് കുട്ടികളെയും മാതാപിതാക്കളെയും വലിയ തോതിൽ വേദനിപ്പിച്ചു എന്നുള്ളതാണ് മാതാപിതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തങ്ങളെ ഈ ആക്രമിച്ചതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് ഈ അധിക്ഷേപ പരാമർശമാണ് എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. കാരണം ചെറിയ മക്കളാണ്, 11, 12, 13 വയസ്സുള്ള ചെറിയ മക്കൾ ഒക്കെ മദ്യപിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ മോശമാണ്. അത്തരം പരാമർശം ഒരു തരത്തിൽ നേതാക്കന്മാർ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കോൺഗ്രസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവർക്ക് ഈ കൃഷ്ണകുമാറിനെതിരെ ഈ ബാലാവകാശ കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കണം. കാരണം കുട്ടികളെ അത്രത്തോളം മോശമാക്കി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, DCC പ്രസിഡന്റ് A തങ്കപ്പനാണെങ്കിൽ പറയുന്നത് ഇത്തരത്തിൽ വളരെ മോശമായ പദപ്രയോഗമാണ് BJP നടത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഇടതിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും വലിയ വിഷമം പങ്കുവെക്കുന്നത്. അതുകൊണ്ട് BJP നേതാക്കൾ ഇനി തിരുത്തുമോ, അവരുടെ നിലപാട് എന്ത് എന്നുള്ളതും ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. സ്മിത. സമീർ, ഇതിനിപ്പോൾ ഒരു രാഷ്ട്രീയ മാനം കൈവന്നിരിക്കുകയാണ്. ആ രാഷ്ട്രീയം നമ്മൾ മാറ്റിവെച്ചാൽ പോലും എന്തിനീ കുഞ്ഞുങ്ങൾ, അതാ മാതാപിതാക്കൾ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്കറിയാം, വളരെ ചെറിയ കുട്ടികളാണ്. അവർ മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികളാണ്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ പൊറുക്കേണ്ടവരാണ് മുതിർന്നവർ. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നവർ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ പക്വതയോടെ സമീപിക്കണം. അതിലൊരു രാഷ്ട്രീയ മാനം നൽകാതിരിക്കുകയും ചെയ്യണം. പക്ഷേ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ അത് അങ്ങനെയല്ല നമുക്ക് തോന്നുന്നത്. BJPയുടെ സംസ്ഥാന
ഉപാധ്യക്ഷൻ തന്നെയായ ഷോൺ ജോർജിന്റെ ഒരു പ്രതികരണവും എത്തിയത് ആ രീതിയിൽ തന്നെയായിരുന്നു. അതായത് മാന്യമല്ലാത്ത രീതിയിൽ കരോൾ നടത്തിയാൽ അടികിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നു. അതൊക്കെ തന്നെ ഈ മാതാപിതാക്കളെ വേദനിപ്പിക്കും. നമ്മൾ കേട്ടു നിൽക്കുന്നവർക്ക് പോലും ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അത് കേരളം. നമുക്ക് ആ ഷോൺ ജോർജിന്റെ പ്രതികരണം ഒന്ന് നോക്കാം, അതിനുശേഷം സമീറിലേക്ക്. അവിടെ CPM-ന്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു. കുറെ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരോൾ ആയിരുന്നില്ല. അത് മാന്യമായ കരോൾ ആണെങ്കിൽ പള്ളി അറിയണ്ടേ, അവിടെ രൂപത അറിയണ്ടേ? പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം. അല്ല അടിയിട്ട് അത് മാന്യമായിരുന്നില്ല. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലൊരു കരോളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ മദ്യപിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിടത്തോളം എനിക്കും അറിയാൻ കഴിഞ്ഞത് ഒരു മാന്യമായ കരോൾ ആയിരുന്നില്ല. മാന്യമല്ലാത്ത കരോൾ കള്ളു കുടിച്ചിട്ട് നാട്ടുകാരുടെ മുഖത്ത് കയറുന്ന കരോൾ ഉണ്ടെന്ന് ആ ജയിലിൽ കയറുന്ന വീട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അതാണ് ആ പ്രതികരണം. സമീർ വീണ്ടും ചേരുന്നുണ്ട്. സമീർ, പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് മാന്യമായത്, എന്താണ് മാന്യമല്ലാത്തത്, ഇതാര് തീരുമാനിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിൽ നമുക്കറിയാൻ കഴിഞ്ഞത് അനുസരിച്ചാണെങ്കിൽ CPIM എന്നുള്ള ഒരു പേര്, അത് ബോർഡ് പോലെ അത് ആ ബാൻഡിന് മുകളിലുണ്ടായിരുന്നു. അതാണ് പ്രകോപനത്തിന് കാരണം എന്ന് പറയുമ്പോഴും വീണ്ടും പറയേണ്ട ഒരു കാര്യം, കൊച്ചുകുട്ടികൾ, ഒരുപാട് കൊച്ചുകുട്ടികൾ അതിലുണ്ടായിരുന്നു. അവരെന്ത് മാന്യമില്ലാത്ത പ്രവൃത്തി ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വരെ മടിയായിട്ട് വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് ഒരു രക്ഷകർത്താവ് പറഞ്ഞത്. തീർച്ചയായിട്ടും അത് വല്ലാത്ത ഖേദകരമാണ്. കേരളം പോലെ സാംസ്കാരികമായും നമ്മളെപ്പോഴും സെക്യുലാറിസം പുലർത്തുന്നവരാണെന്ന് പറയുന്ന കേരളത്തിൽ ക്രിസ്മസിന് ഇതുപോലൊരു കാരൽ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ദുഃഖകരമാണ്. ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസും CPIM അല്ലെങ്കിൽ DYFI ഒക്കെ കടക്കുന്നത്? സ്മിത, ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിന് ഒരു ഭാഗത്ത് കോൺഗ്രസും CPM-ഉം നീങ്ങുമ്പോഴും മറുഭാഗത്ത് BJP ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് മാന്യമല്ലാത്ത രീതിയിൽ കരോൾ നടത്തി പള്ളിയുടെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ പള്ളിയിൽ നിന്നല്ല ആരംഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഈ ചെറിയ കുട്ടികൾ എന്തെങ്കിലും മാന്യതയ്ക്ക് നിരക്കാത്ത എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉയർന്നുണ്ടെങ്കിൽ തന്നെ അത് തിരുത്തേണ്ടത് മറ്റുള്ളവരും ബന്ധപ്പെട്ടവരുമാണ്. അല്ലാതെ ഇങ്ങനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ മോശമായ സമീപനം നടത്തുകയോ ചെയ്യേണ്ടതല്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല നാട്ടിൻപുറങ്ങളിലൊക്കെ പള്ളിയുടെ അനുമതിയോടെ ഒന്നും ആയിരിക്കില്ല പക്ഷേ കുട്ടികൾ ഇത്തരത്തിൽ കരോൾ നടത്തുകയൊക്കെ തന്നെ ചെയ്യാറ്. സാധാരണഗതിയിൽ ഇത് ഒരു മതമോ മറ്റൊന്നും നോക്കാതെ തന്നെ എല്ലാവരും ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരു കരോൾ നടത്തുന്നു, അതിന്റെ കൂടെ നൃത്തം ചെയ്യുന്നു. ഇങ്ങനെ വലിയ ആഘോഷമാക്കി നടത്തുന്ന സാഹചര്യത്തിൽ പള്ളിക്ക് ഒരു പക്ഷേ അറിയാനും സാധ്യതയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ മാന്യമല്ലാത്ത രീതിയിൽ നടത്തി ഒപ്പം തന്നെ മോശമായി പെരുമാറിയെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് BJP ന്യായീകരിക്കുമ്പോഴും ഏതുവരെ ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം കുട്ടികൾ വളരെ മാനസികമായി ബുദ്ധിമുട്ടിക്കൊണ്ട് അവരുടെ മാതാപിതാക്കൾ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയാണ്. അവർ പറയുന്നത് ആ കരോൾ നടന്നതിന് ശേഷം, ആക്രമണം നടന്നതിന് ശേഷം ഇതുവരെ കുട്ടികൾ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. അവർ സ്കൂളിലേക്കോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ അവർ പോകാൻ തയ്യാറാവുന്നില്ല. അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും മാനസിക പ്രയാസവും ഉണ്ടാക്കുന്നു. അങ്ങനെ വലിയൊരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ ഇത്തരം പ്രസ്താവന നടത്തുമ്പോൾ അത് സൂക്ഷിച്ചു വേണം, അത് വളരെ ശ്രദ്ധയോടുകൂടി നടത്തണം, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത് എന്നുള്ളതും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. മാത്രമല്ല കുട്ടികളുടെ പ്രതികരണത്തിന് നമ്മൾ ഒക്കെ ശ്രമിച്ചിരുന്നെങ്കിലും അവർ അതിന് പോലും തയ്യാറല്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത്. അപ്പോൾ എത്രത്തോളമാണ് ഒരു കുട്ടികളെ ഈ ഒരു പെരുമാറ്റം, ഈ ഒരു സമീപനം വേദനിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിൽ അത് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും CPIM-ന്റെയും തീരുമാനം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഒരു സ്നേഹ കരോൾ നടത്തിക്കൊണ്ട് ആ ആക്രമണം നടന്നിരിക്കുന്ന അതേ സ്ഥലത്ത് ഒരു കരോൾ നടത്തിക്കൊണ്ട് BJP-ക്കെതിരെ ഒരു പ്രതിഷേധം തീർക്കുകയാണ്. മറുവശത്ത് DYFI ആണെങ്കിൽ 2500ഓളം യൂണിറ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരും കരോൾ നടത്തി ഇതിനെതിരെ വളരെ സ്നേഹത്തോടെയും ഒരു മധുര പ്രതികാരം എന്ന നിലയ്ക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. DYFI വളരെ അഗ്രസീവ് ആയിക്കൊണ്ടാണ് വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് കേരളത്തിലെ തൊഗാഡിയാണ് C കൃഷ്ണകുമാർ എന്നുള്ളതാണ് ഈ DYFI വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ ഒരു ഭാഗത്ത് കേക്കുമായി അരമനയിലേക്ക് കയറുന്നു, മറുഭാഗത്ത് ക്രൈസ്തവരെ ആക്രമിക്കുന്നു. രാജ്യത്തുടനീളം ഇത്തരത്തിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്ന ഒരു സമീപനമാണ് BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് DYFI പറയുന്നു. മറുഭാഗത്താണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന ഒരു ശ്രമമാണ് BJP-യുടെ ഭാഗത്തുണ്ടാവുന്നത്. കഴിഞ്ഞ തവണ സമാനമായ രീതിയിൽ പാലക്കാട് ഈ കരോൾ സംഘത്തെ ആക്രമിച്ചു
ശ്രമിച്ചിരുന്നെന്ന് സന്ദീപ് വാര്യറും ആരോപിക്കുന്നു. മാത്രമല്ല ഒരു ബാലാവകാശ കമ്മീഷൻ അടക്കം ശക്തമായ നടപടി വിഷയത്തിൽ എടുക്കണം. കാരണം കുട്ടികളെ അടക്കമുള്ളവരെ അപമാനിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത്. അങ്ങനെ നാനാതുറകളിൽ നിന്നുമുള്ള വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ BJP ഏറെ പ്രതികൂടിലാകുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർ ക്രൈസ്തവരെ ഒരുപാടധികം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിൽ അക്രമം അരങ്ങേറുകയും അത് കോൺഗ്രസും CPM ഒക്കെ തന്നെ വലിയ ആയുധമാക്കി മാറ്റി BJP അങ്ങനെ അതിനൊരു രാഷ്ട്രീയ മാനം കൈവന്നിരിക്കുകയാണ്. കുട്ടികൾ കരൾ സംഘത്തിനെതിരായ അതിക്രമങ്ങൾ, അത് കുട്ടികൾ ഉൾപ്പെടുന്ന കരൾ സംഘം, അതിനുശേഷം എത്തുന്ന ഈ നേതൃനിരയിൽ നിന്ന് BJP നേതാക്കളുടെ പ്രതികരണം, അതെല്ലാം തന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന്, ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് സഭാ നേതൃത്വവും പ്രതികരിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.